മുട്ട് തേയ്മാനം മാറ്റാൻ പറ്റുമോ? യെസ് ഓർ നോ? യെസ്. മുട്ട് തേയ്മാനം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഫുള്ളായിട്ട് പറ്റിയില്ലെങ്കിൽ ഹീൽ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പി അല്ലെങ്കിൽ PRP തെറാപ്പി എന്ന് പറയുന്നത്. PRP എല്ലാവർക്കും പറ്റുമോ? യെസ്, എല്ലാവർക്കും പറ്റും. ഏത് ഏജിലുള്ളവർക്കാണെങ്കിലും നമുക്ക് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതായത് സ്വന്തം ബ്ലഡ് എടുത്തിട്ട് അതിലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ നമ്മൾ മുട്ടിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് PRP എന്ന് പറയുന്നത്. വേറെ ഒരു ചികിത്സാ രീതി എന്ന് വെച്ചാൽ BMAC സ്റ്റെം സെൽസ്, നമ്മുടെ സ്റ്റെം സെല്ല് എടുത്തിട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് അല്ലെങ്കിൽ PRP എടുത്തിട്ട് നമ്മുടെ മുട്ടിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന വരെ സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ? നോ. യൂഷ്വലി PRP നമ്മൾ ഒരു പ്രാവശ്യമല്ല, മിനിമം 3 to 4 പ്രാവശ്യം ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാകും. അടുത്തടുത്തുള്ള ദിവസങ്ങൾ ചെയ്യണമെന്നാണ്. നോ. ഇത് യൂഷ്വലി നമ്മൾ ചെയ്യൽ 1 മുതൽ 3 മാസം ഇടവിട്ടിട്ട് ഓരോ മാസം ഇടവിട്ടാണ് മുട്ട് തേയ്മാനത്തിനാണ് നമ്മൾ ഇത് ഇഞ്ചെക്ട് ചെയ്യാറ്. ഇത് എല്ലാ മുട്ട് തേയ്മാനത്തിനും പറ്റും? നോ, ഇതെല്ലാ മുട്ട് തേയ്മാനത്തിനും പറ്റില്ല. ഇത് ഗ്രേഡ് 1, 2, 3 ലാസ്റ്റ് സ്റ്റേജ് പറ്റില്ല. 3 ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ 4 ഒന്നും വലിയ റിസൾട്ട് ഉണ്ടായിക്കോണമെന്നില്ല. അതാണ് ഈ PRPയുടെ കുട്ടികൾ. പിന്നെ ഉള്ളൊരു കാര്യം വെച്ചാൽ PRP ചെയ്താൽ ഉടനടി വേദന കുറയും, റിസൾട്ട് വരും. നോ. PRP എന്ന് വെച്ചാൽ ഒരു മരുന്നല്ല, നമ്മുടെ ഹീലിംഗ് അല്ലെങ്കിൽ റീജനറേഷൻ, അവിടെയുള്ള നീർക്കെട്ട് കുറക്കാനും അവിടെ സ്ലോ ആയിട്ട് റിപ്പയർ ചെയ്യാനും സഹായിക്കുന്ന റീജനറേറ്റീവ് മെഡിസിൻ ആണ്. നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കുന്ന ഒരു ഹീലിംഗ് പ്രക്രിയ ഹെൽപ്പ് ചെയ്യാൻ. അതിന്റെ റിസൾട്ട് വരാൻ ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ വന്നാൽ കുറെ കാലത്ത് നിന്ന് നല്ല മുട്ടുവേദന കുറവുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് റീജനറേറ്റീവ് തെറാപ്പി മുട്ടുവേദനയെ കുറിച്ച് പറയാൻ. താങ്ക് യു.